രാജ്യം അതീവ ജാഗ്രതയിലാണ്. ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇന്നലെ ഡൽഹിയുടെ സ്പെഷ്യൽ പോലീസ് സെൽ അറസ്റ്റ് ചെയ്ത ആ 9 ഭീകരരെ കുറിച്ചാണ്. 24 മണിക്കൂറും അതീവ ജാഗ്രതയിലാണ് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ ദിവസവും രാജ്യത്ത് തീവ്രവാദികളെ പിടികൂടുന്നതും അവരുടെ പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം തന്നെ നമ്മൾ പൊളിച്ചെടുക്കുന്നതും. ഡൽഹിയെ കത്തിച്ച് ചാമ്പലാക്കാനും ഡൽഹിയെ പുതിയൊരു ഇസ്ലാമാബാദ് ആക്കാനുമാണ് പാകിസ്ഥാന്റെയും ISIയുടെയും ദാവൂദ് ഇബ്രാഹിമിന്റെയും പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് ഓരോ തവണയും ഭീകരാക്രമണം നടത്താൻ പദ്ധതി തയ്യാറാക്കുകയും ഇന്ത്യ അതിനെ തകർക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പോലീസ് ഓരോ മിഷനും ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്നത്? അതായത് കൃത്യസമയത്തെ ഇടപെടലിലൂടെ ഡൽഹി പോലീസ് തകർത്തത് പാകിസ്ഥാൻ സഹായത്തിൽ നടത്താൻ ആസൂത്രണം ചെയ്ത വൻ ഭീകരാക്രമണമായിരുന്നു. കറാച്ചിയിലെ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ വീട്ടിൽ നിന്നാണ് ആക്രമണ പദ്ധതി ആസൂത്രണം ചെയ്തതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്റലിജൻസ് ഏജൻസികളുടെ കൃത്യമായ സൂചനകളും നിർദ്ദേശങ്ങളും ഏകോപിപ്പിച്ച് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻഡിലർമാരുമായി ബന്ധമുള്ള അപകടകരമായ ഒരു ഭീകര അധോലോക മൊഡ്യൂളാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് പരാജയപ്പെടുത്തിയത്. പാകിസ്ഥാനിൽ നമ്മുടെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, അതായത് റോയുടെയും IBയുടെയും ഒക്കെ ചാരന്മാർ അവിടെ തന്നെയുണ്ട്. അവർ കൃത്യമായി തന്നെ ഓരോ ഇൻപുട്ടുകളും നമ്മുടെ ഡൽഹിയിലുള്ള IBക്കും റോയ്ക്കും കൊടുക്കുന്നുണ്ട്. അതെല്ലാം വെച്ചിട്ട് അവർ ഏകോപനം നടത്തിയിട്ടാണ് ഒരു ആക്രമണം നടത്താൻ പോകുന്നു എന്നൊരു സൂചന ഇന്റലിജൻസ് പുറപ്പെടുവിക്കുന്നത്. ഡൽഹി, മുംബൈ, മറ്റ് നിരവധി നഗരങ്ങൾ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായി ആരോപിക്കപ്പെടുന്നുണ്ട്. കൂടാതെ മുന്ന ജഗ്ദ, യാവർ ഖാൻ, ഷഹസാദ് ഭട്ടി, അമീർ ജാട്ട് എന്നീ 4 പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻഡിലർമാരാണ് ഈ ശൃംഖല പ്രവർത്തിച്ചത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മൊഡ്യൂൾ ഭാരതത്തിൽ നിന്ന് പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുക, അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ആയുധങ്ങൾ ലഭ്യമാക്കാൻ സംവിധാനം ക്രമീകരിക്കുകയും ചെയ്തു. മൊഡ്യൂളിനെ കുറിച്ച് സ്പെഷ്യൽ സെല്ലിന് ലഭിച്ച പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങൾ അതിൽ ലഭിച്ചതിനെ തുടർന്നാണ് നടപടികൾ തുടങ്ങിയത്. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂനെയിൽ നിന്ന് കുപ്രസിദ്ധ വെടിവെപ്പുകാരൻ വിജയ് ഡോണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ജാർഖണ്ഡിലെ സാഹിബഞ്ചിൽ നിന്ന് മറ്റൊരു പ്രതിയും കൂടി സ്പെഷ്യൽ സെല്ല് പിടികൂടി. ചോദ്യം ചെയ്യലിൽ ഇരുവരും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻഡിലർ ഷഹ്നാദ് ഭട്ടിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെയും മുംബൈയിലെയും ഒന്നിലധികം സെൻസിറ്റീവ് സ്ഥലങ്ങളുടെ വീഡിയോകൾ പ്രതികളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. മുംബൈയിലെ ദാദർ റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ നിരവധി പ്രധാന പാലങ്ങൾ, അതോടൊപ്പം തന്നെ തിരക്കേറിയ ഷോപ്പിംഗ് മാളുകൾ, അതോടൊപ്പം പൊതുസ്ഥലങ്ങളും ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കണ്ടെത്തലിനെ തുടർന്ന് തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സുരക്ഷാ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ബാങ്കോക്കിൽ 2000-ൽ അധോലോക നേതാവ് ചോട്ടാരാജിനെതിരെ നടന്ന ആക്രമണത്തിൽ ജഗ്ദയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. തായ്ലാന്റിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം അദ്ദേഹം പാകിസ്ഥാനിലേക്ക് താമസം മാറിയെന്നും നിലവിൽ കറാച്ചിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് കണ്ടെത്തിയത്. തിരച്ചിലിനിടെ സുരക്ഷാ ഏജൻസികൾ 4 ഹാൻഡ് ഗ്രനേഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവ പിന്നീട് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അഥവാ NSD നിർവീര്യമാക്കിയിരിക്കുന്നു, അതായത് സുരക്ഷിതമായി തന്നെ നിർവീര്യമാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി നിർമ്മിച്ചതായി ആരോപിക്കപ്പെടുന്ന 2 ഗ്ലോക്ക് ശൈലിയിലുള്ള പിസ്റ്റലുകളും 25 ലൈവ് കാർട്രിഡ്ജുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്നുള്ള ആ ഒരു രീതിയിലാണ് ഭാരതം ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ ശക്തമായി തന്നെ പാകിസ്ഥാനെ തിരിച്ചടിച്ചു. പക്ഷെ അവർ പാകിസ്ഥാൻ ഇന്ത്യയെ ശക്തമായി ആക്രമിച്ചു എന്നൊക്കെ അവർ അവകാശവാദം ഉന്നയിക്കുമ്പോഴും അതിനുള്ള തെളിവുകളൊന്നുമില്ല. അപ്പോൾ ഇന്ത്യയെ ഒന്ന് ആക്രമിക്കണം, അതായത് വീണ്ടും ഒരു മുംബൈ ആക്രമണം ആണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. പക്ഷെ അത് ഒരു തരത്തിലും അത് അനുവദിക്കില്ല. അങ്ങനെ ഒരു തരത്തിലും, അതായത് ഏതെങ്കിലും ഒരു പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദി ഇന്ത്യയിലേക്ക് കാലുകുത്തിയാൽ തിരിച്ചവൻ ജീവനോടെ ഇരിക്കത്തില്ല എന്നുള്ള ഒരു ദൃഢമായ ഒരു പ്രതിജ്ഞയാണ് നമ്മുടെ ഭാരത സർക്കാർ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് വൃത്തങ്ങളും എടുത്തിരിക്കുന്നത്.